എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മോഡ്യൂൾ 4 പാർട്ട് 5 എന്ന ഈ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മോഡ്യൂൾ 4 പാർട്ട് 4 എന്ന ടോപ്പിക്സിൽ ഡിപ്രീസിയേഷൻ എന്ന ടോപ്പിക്കാണ് എടുത്തത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ടോട്ടൽ 8 മെത്തേഡ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് മെത്തേഡായ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മോഡ്യൂൾ 4 പാർട്ട് 4 എന്ന ടോപ്പിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മെത്തേഡ്സ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ പാർട്ട് മോഡ്യൂൾ 4 പാർട്ട് 4 എന്ന ടോപ്പിക്ക് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ പാർട്ടിലേക്ക് കടക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഡിപ്രീസിയേഷൻ എന്താണെന്നും ഡിപ്രീസിയേഷന്റെ ബേസിക്സ് ആയ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നും ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം മോഡ്യൂൾ 4 പാർട്ട് 5 എന്ന ഈ വീഡിയോ ക്ലാസ്സിലേക്ക് കടന്നാൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സിലേക്ക് കടക്കാം. The second method to calculate depreciation, sum of years digits method. ഫസ്റ്റ് മെത്തേഡായ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മെത്തേഡായ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ തരുന്നതിന് പകരം ഫസ്റ്റ് തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ തിയറി എന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ആ പ്രോബ്ലത്തിലൂടെ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. എ ഡ്രില്ലിംഗ് മെഷീൻ ഹാസ് ബീൻ പർച്ചേസ്ഡ് ഫോർ ₹35,000. It is its estimated life is assumed as 5 years. Residual value of the machine at the end of 5 years is ₹5,000. Calculate depreciation at the end of each year using sum of years digits method. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. 35,000 റുപ്പീസിന്. അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. 5 വർഷത്തിന് വേണ്ടിയിട്ടാണ്. 5 വർഷം ലൈഫ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഡ്രില്ലിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തത്. 5 വർഷം കഴിഞ്ഞിട്ടുള്ള അതിന്റെ വില, റെസിജ്വൽ വില എന്ന് പറയുന്നത് 5,000 ആണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സി ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്ക്രാപ്പ് വാല്യൂ എസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിപ്രീസിയേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ എന്നാണ്, യൂസിങ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്. ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഈ ടോട്ടൽ ഡിപ്രീസിയേഷനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എല്ലാ വർഷവും ഈക്വൽ ആയിരിക്കും. പക്ഷേ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് വെച്ച് കാണുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷവും ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ടോട്ടൽ 5 വർഷമാണുള്ളത്. ഫസ്റ്റ് വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിരിക്കില്ല സെക്കൻഡ് ഇയറിൽ ആയിരിക്കില്ല തേർഡ് ഇയറിൽ. അപ്പൊ ഇവിടെ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് എന്ന മെത്തേഡ് വെച്ച് എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. The solution part. Here C value, initial value തന്നിട്ടുണ്ട് 35,000, സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ തന്നിട്ടുണ്ട് 5,000 rupees. നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്, n is equal to 5 years. ഇനി സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് വെച്ച് കാണുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എത്ര വർഷമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്ന് നോക്കുക. ഇവിടെ 5 വർഷമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ഉണ്ടാവും, ഒരു സെക്കൻഡ് ഇയർ ഉണ്ടാവും, ഒരു തേർഡ് ഇയർ ഉണ്ടാവും, ഒരു ഫോർത്ത് ഇയർ ഉണ്ടാവും, ദെൻ ഒരു ഫിഫ്ത് ഇയറും ഉണ്ടാവും. ഈ 5 വർഷത്തെ കാര്യം എന്ന് ഉള്ളത് കൊണ്ട് ആ 5 വർഷത്തെയും നമ്പേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യണം. സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ്. സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ്. ഈ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷത്തെയും ഡിജിറ്റുകളെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ 2, തേർഡ് ഇയർ 3, ഫോർത്ത് ഇയർ 4, ഫിഫ്ത് ഇയർ 5.
ഇപ്പൊ മൊത്തം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15. ഈ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് വെച്ച് ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റ്സുകളെല്ലാം ആഡ് ചെയ്ത് ടോട്ടൽ ആയിട്ടുള്ള ആ നമ്പർ കണ്ടുപിടിക്കുക. ഇപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ 5 ഇയേഴ്സ് എന്നുള്ളതിന് പകരം 6 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചേഞ്ച് വരിക? ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5ന്റെ ഒപ്പം ഒരു 6 കൂടെ ആഡ് ചെയ്യും. അപ്പൊ എത്രയാവും? ടോട്ടൽ 21 ആയിരിക്കും. ഇതാണ് 6 ഇയേഴ്സ് ആയാലുള്ള ചേഞ്ച്. ഇനി സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ടോട്ടൽ ഡിപ്രീസിയേഷൻ കാണുന്നു. ഇനീഷ്യൽ വാല്യൂ മൈനസ് സ്ക്രാപ്പ് വാല്യൂ 35,000 മൈനസ് 5,000 വിച്ച് വിൽ ഗിവ് 30,000. 30,000 രൂപയാണ് 5 വർഷത്തേക്ക് കൂടിയുള്ള ടോട്ടൽ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ ടോട്ടൽ വാല്യൂ ഡിപ്രീസിയേഷൻ 30,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഡിപ്രീസിയേഷൻ ഫോർ ഫസ്റ്റ് ഇയർ കാണണം. ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാണണം. ഫസ്റ്റ് വർഷത്തെ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് 30,000 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഫസ്റ്റ് ഇയറിൽ ഇനി എത്ര ഇയേഴ്സ് ബാക്കിയുണ്ട്. ഫസ്റ്റ് ഇയറിൽ തുടങ്ങി ഫൈനൽ ഇയർ വരെ എത്ര ഇയർ ബാക്കിയുണ്ട്? 5 വർഷമാണ് ബാക്കിയുള്ളത്. കാരണം ടോട്ടൽ 5 ഇയേഴ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ ഫുൾ കടന്നു പോകണം, സെക്കൻഡ് ഇയർ മൊത്തം കടന്നു പോകണം, തേർഡ് ഇയർ പോകണം, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, അങ്ങനെ 5 വർഷങ്ങൾ കടന്നു പോകണം. ന്യൂമറേറ്ററിൽ 5 എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഡിനോമിനേറ്ററിൽ ആ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ന്യൂമറേറ്റർ വിൽ ബി 5, ഡിനോമിനേറ്റർ വിൽ ബി 15. ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 13,000 റുപ്പീസ്. ആ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 10,000 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5/15 ഇൻറ്റു 13,000 ആണ്. അത് 10,000 റുപ്പീസ് ആണ്. ഇനി സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ കാണണം. സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ തൊട്ട് ഫിഫ്ത്ത് ഇയർ വരെ ബാക്കി എത്ര ഇയേഴ്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, 4 വർഷമാണ് ഉള്ളത്. അപ്പൊ ന്യൂമറേറ്റർ മാത്രം ചേഞ്ച് ചെയ്യും. ന്യൂമറേറ്ററിൽ 4 എന്നാവും, ഡിനോമിനേറ്റർ 50 തന്നെ. ഇപ്പൊ 4/15 ഇൻറ്റു 13,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8,000 റുപ്പീസ് കിട്ടും. അപ്പൊ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ ആയി. ഇനി തേർഡ് ഇയറിൽ മുമ്പ് കണ്ട പോലെ തന്നെ 3/15 എന്നാണ് വരിക. എങ്ങനെയാണ് 3/50 എന്ന് വന്നത്? തേർഡ് ഇയർ തുടങ്ങി ഫിഫ്ത്ത് ഇയർ വരെ എത്ര ഇയർ ബാക്കിയുണ്ട്? തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, 3 വർഷങ്ങൾ. അപ്പൊ 3 മുമ്പത്തെ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് വിച്ച് ഈസ് 15, 3/15 ഇൻറ്റു 13,000. അപ്പൊ കിട്ടുന്ന വാല്യൂ 6,000. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ഫോർ ഫോർത്ത് ഇയർ കാണാനായിട്ട് ഫോർത്ത് ഇയർ തൊട്ട് ഫിഫ്ത്ത് ഇയർ വരെ എത്ര ഉണ്ട് നോക്കുക. ഫോർത്ത് ഇയറും ഉണ്ടാവും, ഫിഫ്ത്ത് ഇയറും ഉണ്ടാവും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 13,000, 4,000 എന്ന് കിട്ടും. സിമിലർലി ഫോർ ഫിഫ്ത്ത് ഇയറിൽ ഫിഫ്ത്ത് ഇയർ തുടക്കം തൊട്ട് ഫിഫ്ത്ത് ഇയർ അവസാനിക്കാൻ വരെ ഒരു ഇയർ ബാക്കിയുള്ളൂ. അപ്പൊ 1 ആയിരിക്കും ന്യൂമറേറ്റർ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 15 ഇൻറ്റു 13,000 വിച്ച് വിൽ ഗിവ് 2,000. ഇങ്ങനെ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ക്രോസ് ചെക്ക് ചെയ്യാനായി നിങ്ങൾക്ക് ഈ കിട്ടിയ വാല്യൂസ് എല്ലാം ഇത് 10,000, 8,000, 6,000, 4,000, 2,000 ഇവിടെ കുറഞ്ഞു വരികയാണ്. ഇയർ കൂടുന്തോറും ഡിപ്രീസിയേഷൻ റേറ്റ് കുറഞ്ഞു വരികയാണ്. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്യാം. 10,000 പ്ലസ് 8,000 പ്ലസ് 6,000 പ്ലസ് 4,000 പ്ലസ് 2,000. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 13,000 ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. C മൈനസ് എസ് 13,000. ഈ സമ്മും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള സമ്മും ഫസ്റ്റ് കണ്ടുപിടിച്ച ഡിപ്രീസിയേഷനും സെയിം ആണോ നോക്കുക. സെയിം ആണെങ്കിൽ നിങ്ങൾ ചെയ്ത സ്റ്റെപ്പും ശരിയാണ്, നിങ്ങളുടെ ആൻസറും ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് എന്ന മെത്തേഡ് വെച്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് കാണുക. എന്നിട്ട് 5 വർഷമാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വർഷത്തെ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് 5/15 ചെയ്യുക. സിമിലർ സെക്കൻഡ് ഇയറിൽ കാണാനായി 4/15, 3/15, 2/15, then 1/15 എന്ന് പറഞ്ഞ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഓരോ വർഷം കഴിയുന്നതും കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ക്വസ്റ്റ്യന് 5 ഇയേഴ്സിന് പകരം 6 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഡിഫറൻസ് ഉണ്ടാവുക? സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സിൽ ഒരു നമ്പർ കൂടി ആഡ് ചെയ്യേണ്ടി വരും. 4 + 5 + 6 വരും. അപ്പൊ 21 എന്നായിരിക്കും സമ്മ് കിട്ടുക. ഡിപ്രീസിയേഷൻ ഫോർ ഫസ്റ്റ് ഇയർ കാണാനായിട്ടോ അവിടെ 6/21 ഇൻറ്റു ഡിപ്രീസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സെക്കൻഡ് ഇയറിലാകുമ്പോൾ 5/21 ഇൻറ്റു ഡിപ്രീസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സിമിലർലി ഏറ്റവും ലാസ്റ്റ് ഇയറിലാകുമ്പോൾ 1/21 ഇൻറ്റു ഡിപ്രീസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി ഇതിന്റെ തിയറി ആയിട്ടുള്ള നോട്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. Sum of years digits method. This method provides for depreciation by means of differing periodic rates calculated as follows. If n is the estimated life of a machine, the rate is calculated for each period as a fraction in which the denominator is always the sum of the series 1 to n and the numerator for the first period is n, for second is n minus 1, for the third is n minus 2 and so on. ഈ കേൾക്കുന്ന ഡെഫിനിഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരാം. പക്ഷെ സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം മനസ്സിലേക്ക് കൊണ്ടുവരിക. 5 വർഷമാണുള്ളത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ന്യൂമറേറ്റർ എന്തായിരുന്നു? 5 ആയിരുന്നു. കാരണം ഫസ്റ്റ് ഇയർ തൊട്ട് ഫിഫ്ത്ത് ഇയർ വരെ 5 വർഷമാണുള്ളത്. സെക്കൻഡ് ഇയറിലെ കാണാനായിട്ടോ 5 മൈനസ് 1, 4 ആണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്റർ എല്ലാ സമയത്തും 15 തന്നെയാണ്. 1 to 5 വരെയുള്ളതിന്റെ സമ്മ് തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് എ സം ഓഫ് സീരീസ്. സീരീസുകളുടെ സം ആയിരിക്കും. കഴിഞ്ഞ സീരീസ് എന്ന് പറയുന്നത് 1 to 5 ആയിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ന്യൂമറേറ്ററോ ഫസ്റ്റ് പീരീഡിൽ n ആയിരുന്നു. n എന്ന് വെച്ചാൽ 5 ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിപ്രിസിയേഷൻ ഫോർ ഫസ്റ്റ് ഇയറിൽ n-ന്റെ വാല്യൂ 5 ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ എന്തായിരുന്നു? n മൈനസ് 1. n മൈനസ് എന്ന് വെച്ചാൽ 5 മൈനസ് 1, 4. സെക്കൻഡ് ഇയറിലെ ന്യൂമറേറ്ററിന്റെ വാല്യൂ 4 തന്നെയായിരുന്നു. തേർഡ് ഇയറിൽ എന്തായിരുന്നു? n മൈനസ് 2 ആയിരുന്നു, 3 ആയിരുന്നു. 3/15 into 13,000 ആയിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ തേർഡ് ഇയറിലുള്ള ഡിപ്രിസിയേഷൻ റേറ്റ്. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കുറച്ച് വായിക്കുമ്പോൾ ഡിഫിക്കൽട്ട് തോന്നിയാലും വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ പ്രോബ്ലവുമായി കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. The effect of this method is to charge depreciation at a decreasing rate each year. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡിപ്രിസിയേഷൻ ഡിക്രീസിംഗ് റേറ്റിൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്വിക്ക് ഡിപ്രിസിയേഷൻ ഫോർ മോട്ടോർ വെഹിക്കിൾസ്. മോട്ടോർ വെഹിക്കിൾസിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോമൺ മെത്തേഡ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡാണ്. സെക്കൻഡ്, ഇറ്റ് റിയലിസ്റ്റിക്കലി ടേക്സ് അക്കൗണ്ട് ഓഫ് ദ ഇമ്മീഡിയറ്റ് ഡ്രോപ്പ് ഇൻ ദ വാല്യൂ ഓഫ് എ ന്യൂ വെഹിക്കിൾ ഈവൻ റീസെന്റ് പർച്ചേസ്ഡ്. പുതുതായി വാങ്ങിയ ഒരു വെഹിക്കിളിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ ഈ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ 5 വർഷത്തെയും ടോട്ടൽ ആയിട്ടുള്ള വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഓരോ വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും എന്ത് ഡിപ്രിസിയേഷൻ ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് എഫക്റ്റീവ് ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് മേക്ക് ദ ഡിസിഷൻ ടു സെൽ ആൻഡ് റീപർച്ചേസ് ബിഫോർ ദ എസ്റ്റിമേറ്റഡ് ടൈം ഈസിയർ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് ആ പ്രൊഡക്റ്റ് എപ്പോൾ സെല്ല് ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ പുതിയ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള കാര്യം വളരെ എളുപ്പത്തിൽ ഡിസൈഡ് ചെയ്യാൻ ഈ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്താൽ എളുപ്പമായിരിക്കും. കാരണം ഓരോ വർഷം കഴിയുന്തോറും ഡിപ്രിസിയേഷൻ റേറ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം പീരീഡ് ഏതാണ്, വിൽക്കാനും വാങ്ങാനുമുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം പീരീഡ് ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ ഈ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. The third method of calculating depreciation is reducing balance method. Reducing balance method എന്താണെന്ന് നോക്കാം. It is also called as diminishing balance method. In this method, a fixed percentage of book value of the asset is taken as depreciation for the year. The book value of the asset for the second year is obtained by deducting the depreciation for the first from the book value of asset in the first year. In this way, the book value of an asset will decrease each year. Therefore, depreciation per year also goes on decreasing. Reducing balance method. ആ പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. ബാലൻസ് റെഡ്യൂസ് ചെയ്ത് വരിക, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷങ്ങളോളം കഴിയുന്തോറും ഒരു ഒബ്ജക്റ്റിന്റെ യഥാർത്ഥ വില. നമ്മൾ മുമ്പ് ഒരു മൊബൈൽ ഫോണിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15,000 രൂപയുടെ മൊബൈൽ ഫോൺ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് 5,000 രൂപ കുറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ
യഥാർത്ഥ വില എന്ന് പറയുന്നത്, അതിന് വിൽക്കാൻ ചെന്നാൽ കിട്ടുന്ന വില എന്ന് പറയുന്നത് 10,000 ആയിട്ടുണ്ടാവും. 2 വർഷം കഴിയുമ്പോൾ അത് 5,000 ആയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും 5,000 റുപ്പീസിന്റെ കുറവാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥ വില എന്ന് പറയുന്നത് ആ വർഷത്തെ നടപ്പ് വിലയാണ്. The book value of the asset for a second year is obtained by deducting the depreciation for the first. ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ് എന്നുള്ളത് ഫസ്റ്റ് ഇയറിലെ ബുക്ക് വാല്യൂവിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ബുക്ക് വാല്യൂ കിട്ടും. ശരിയാണ്, കാരണം ഓരോ വർഷം ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് ബുക്ക് വാല്യൂ കിട്ടുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ മൊബൈൽ ഫോണിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ആദ്യത്തെ വർഷം 15,000 രൂപ, ഡിപ്രീസിയേഷൻ 5,000 ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ വില എത്രയായിരിക്കും? 15,000 മൈനസ് 5,000, 10,000. ഇനി സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള വില എങ്ങനെയായിരിക്കും? പിന്നീട് ഫർദർ ആയിട്ട് ആ 10,000 പിന്നെ ഒരു 5,000 കൂടെ കുറയ്ക്കുക, 5,000 തന്നെ കിട്ടും. ഇങ്ങനെയാണ് ഒരു വർഷത്തെ ബുക്ക് വാല്യൂവിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ വാല്യൂ കിട്ടും. ഈ മെത്തേഡിനെയാണ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറയ്ക്കേണ്ട വാല്യൂ, ഒരു വർഷത്തെ വിലയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാലാണ് അടുത്ത വർഷത്തെ വില കിട്ടുക. സിമിലർലി ആ വർഷത്തെ വിലയിൽ നിന്നും പിന്നീട് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷത്തെ കിട്ടും. അപ്പൊ ഇവിടെ കുറയ്ക്കേണ്ട വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഡിപ്രീസിയേഷൻ പെർ റേറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ബൈ സി ഹോൾ റൈസ് ടു 1/n. എക്സ് എന്നാണ് ഡിപ്രീസിയേഷൻ റേറ്റിനെ പറയുക. അപ്പൊ അവിടെ ഈ ഇക്വേഷനിൽ എസ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ്, സി എന്ന് വെച്ചാൽ ഇനീഷ്യൽ കോസ്റ്റ് വാല്യൂ ആണ്, എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. റെഡ്യൂസിംഗ് ബാലൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. എക്സാമ്പിൾ: എ കാർ വാസ് പർച്ചേസ്ഡ് ഫോർ ₹96,000. Its estimated life period is 10 years. The residual value of the car after its useful life is 24,000. Calculate depreciation rate using diminishing balance method, calculating the depreciation fund at the end of 2 years. ഇവിടെ ഡിപ്രീസിയേഷൻ റേറ്റും ഡിപ്രീസിയേഷൻ ഫണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. സൊല്യൂഷൻ: ഹിയർ എക്സ് എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ റേറ്റ് കാണാനാണ് ഫസ്റ്റ് ചോദ്യം, ഫസ്റ്റ് പാർട്ട്. എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ബൈ സി ഹോൾ റൈസ് ടു 1/n. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഈ 1 മൈനസ് എസ് ബൈ സി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. എസ് ബൈ സി എന്നുള്ള വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക, അത് റൈസ് ടു 1/n. എസ് എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ 24,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ 96,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എസ് ബൈ സി എന്നുള്ള വാല്യൂ കാണുക, അതിനെ ഹോൾ റൈസ് ടു 1/n, നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് അതിന്റെ പവർ എടുക്കുക. നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ 10 ആണ്, അപ്പൊ 1/10. ഈ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് 1ൽ നിന്നും റെഡ്യൂസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ 0.1294 ആണ്. ഇവിടെ ഡോട്ട് ആണുള്ളത്, കോമയല്ല, ഡോട്ടാണ്. 0.1294. ഇതാണ് ഡിപ്രീസിയേഷൻ റേറ്റ്. നമ്മൾ ആ റേറ്റിനെ പെർസെൻറ്റേജിലേക്ക് ആക്കാനായിട്ട് ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 12.94% ആണ്. ഡിമിനിഷിംഗ് ബാലൻസ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 12.94% ആണ്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ഡിപ്രീസിയേഷൻ ഫണ്ട് ഫോർ 2 ഇയേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡിപ്രീസിയേഷൻ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 വർഷമാണ് ടോട്ടൽ ഉള്ളത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ബുക്ക് വാല്യൂ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇയറിലെ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ C1, അത് ഫസ്റ്റ് C1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയറിന് ശേഷമുള്ള വാല്യൂ ആണ്. ഫസ്റ്റ് ഇയറിന് ശേഷമുള്ള ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു C1 ഈസ് ഈക്വൽ ടു C ഇൻറ്റു 1 മൈനസ് എക്സ്. ഇവിടെ C എന്ന് പറയുന്നത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 96,000.
1 അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.1294. ഈ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം 96,000 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ 83,577.60. ഇതാണ് ബുക്ക് വാല്യൂ ആഫ്റ്റർ 1 ഇയർ. 1 ഇയറിന് ശേഷമുള്ള യഥാർത്ഥ വില. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 96,000 ആയിരുന്നു. 1 ഇയർ കഴിഞ്ഞപ്പോൾ അതിന്റെ വില 83,577 എന്ന റുപ്പീസ് ആയിട്ട് കുറഞ്ഞു. 96,000 83,577 ആയിട്ട് കുറഞ്ഞു. അങ്ങനെയെങ്കിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ ആണ്. 96,000 നിന്നും ഈ 83,577 എന്ന വാല്യൂ മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ ഡിപ്രീസിയേഷൻ ഫണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഉള്ള വാല്യൂവിൽ നിന്നും 1 ഇയർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ 12,422 റുപ്പീസ് 40 പൈസയാണ്. 12,422 രൂപയാണ് ഒരു ഇയറിലുള്ള ഫസ്റ്റ് ഇയറിലുള്ള ഡിപ്രീസിയേഷൻ. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. നമുക്ക് 2 വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമിലർലി നമ്മൾ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെക്കൻഡ് ഇയറിലെ നടപ്പ് വില എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനായിട്ട് പിന്നീട് ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി യൂസ് ചെയ്യുകയാണ്. ഇവിടെ C2 എന്നാവും ഇക്വേഷൻ. C2 ഈസ് ഈക്വൽ ടു C ഇൻറ്റു 1 മൈനസ് എക്സ്, അല്ലെങ്കിൽ C2 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു 1 മൈനസ് എക്സ്. C2 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു 1 മൈനസ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ C1 ഓൾറെഡി കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 83,577.60 ഇൻറ്റു 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ് എത്രയാണ്? 0.1294. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 72,762.66. ഇതാണ് ബുക്ക് വാല്യൂ ആഫ്റ്റർ സെക്കൻഡ് ഇയർ. അപ്പൊ സെക്കൻഡ് ഇയറിന് ശേഷമുള്ള വില എത്രയാണെന്ന് കിട്ടി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള വില നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 83,577. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇയറിലെ മാത്രം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 83,577.60 മൈനസ് 72,762, which will give 10,814 rupees. 10,814 രൂപയാണ് സെക്കൻഡ് ഇയറിലുള്ള ഡിപ്രീസിയേഷൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 വർഷത്തെയും കൂടിയുള്ള ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 12,000 ആണ്, സെക്കൻഡ് ഇയറിൽ 10,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്നു 23,237 റുപ്പീസ് 34 പൈസയാണ് 2 വർഷത്തെയും കൂടിയുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ അപ്രോച്ച് ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ബുക്ക് വാല്യൂ ഫോർ ഫസ്റ്റ് ഇയർ കണ്ടുപിടിച്ചു. ആദ്യത്തെ വർഷത്തിന് ശേഷമുള്ള യഥാർത്ഥ വില എന്താണെന്ന്. അപ്പൊ ഇനീഷ്യൽ വാല്യൂവിൽ നിന്നും ഫസ്റ്റ് ഇയറിൽ ശേഷമുള്ള വില കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ മാത്രം ഡിപ്രീസിയേഷൻ കിട്ടി. അതിനുശേഷം സെക്കൻഡ് ഇയറിലെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആ സെക്കൻഡ് ഇയറിലെ ബുക്ക് വാല്യൂ ഫസ്റ്റ് ഇയറിലെ ബുക്ക് വാല്യൂവിൽ നിന്ന് കുറച്ചപ്പോൾ സെക്കൻഡ് ഇയറിലെ മാത്രം ഡിപ്രീസിയേഷൻ കിട്ടി. അതിനുശേഷം 2 വർഷത്തെ ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഡിപ്രീസിയേഷൻ ആയ 23,237 റുപ്പീസ് കിട്ടി. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ബൈ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് കാണാറുള്ളത്. ഈ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ സ്വയം സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുക. ഒരു സ്റ്റെപ്പിൽ തന്നെ ഈ 23,237 കിട്ടുമോ എന്ന് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ മെത്തേഡ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്നത് എക്സാംസിന് കാര്യമായി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതിന്റെ തിയറി പാർട്ട് മാത്രമേ ചോദിച്ചു കാണാറുള്ളൂ. റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡിന്റെ തിയറി പാർട്ട് നിങ്ങൾ വളരെ സ്റ്റഡിയായി പഠിക്കുക. പ്രോബ്ലംസ് സാധാരണഗതിയിൽ ചോദിച്ചു കാണാറില്ല. അതുകൊണ്ട് നിങ്ങൾ തിയറിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രോബ്ലംസ് ഏതെങ്കിലും ഒരെണ്ണം വല്ലപ്പോഴും ചോദിച്ചാൽ മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ തിയറി എന്താണെന്ന് നിങ്ങൾ വൃത്തിയാൽ പഠിച്ചാൽ മതി. Next method for calculating depreciation is sinking fund method. സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആ പേരിൽ തന്നെയുണ്ട്. സിങ്കിങ് ഫണ്ട്, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ഓവർകം ചെയ്യാനുള്ള ഒരു ടെക്നിക്. എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് എ ഫിക്സഡ് എമൗണ്ട് ഈസ് സെറ്റ് അസൈഡ് ആനുവലി ഇൻ എ ബാങ്ക്.
the amount will accumulate with compound interest. By the end of life of an asset, an amount equal to the difference between initial cost and scrap value will be available in the bank. The depreciation amount is set aside in this method. But in straight line method, it is retained in the business as a part of working capital. ഇതിന് മുമ്പ് പഠിച്ച 3 മെത്തേഡിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇതിന് മുമ്പ് പഠിച്ച 3 മെത്തേഡിലും ഡിപ്രീസിയേഷൻ എന്നുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു നഷ്ടമായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ സിങ്കിങ് ഫണ്ട് മെത്തേഡ് വെച്ചിട്ട് ഡിപ്രീസിയേഷൻ എന്നുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു എക്യുപ്മെന്റ്, നമ്മളിപ്പോൾ ഒരു 15,000 രൂപ കൊടുത്ത് ഒരു എക്യുപ്മെന്റ് വാങ്ങിയെന്ന് വിചാരിക്കുക. ആ 15,000 രൂപ കൊടുത്ത് വാങ്ങിച്ച എക്യുപ്മെന്റ് 5 വർഷം കഴിയുമ്പോൾ ഡിപ്രീസിയേഷൻ എന്നുള്ള ഫിനോമിനൻ സംഭവിച്ചത് മൂലം അതിന്റെ മൂല്യം കുറഞ്ഞു വരുന്നു. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ അത് വിൽക്കുകയാണെങ്കിൽ ഈ 15,000-ന് വാങ്ങിച്ച ഒബ്ജക്റ്റിന് നിങ്ങൾക്ക് ചിലപ്പോൾ 5,000 രൂപയെ കിട്ടിയെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപയുടെ നഷ്ടം ഉണ്ടായി. ആ നഷ്ടം ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് പ്രകാരം നിങ്ങൾ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനൊരു ഫോർമുലയുണ്ട്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഡി ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോർമുല റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു R into C minus S divided by 1 plus R raised to n minus 1. R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സി ഇനീഷ്യൽ വാല്യൂ, എസ് എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ, എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഓഫ് മെഷീൻ. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ട് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഡി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അത് ഓരോ വർഷവും കിട്ടുന്ന ഡിപ്രീസിയേഷന്റെ റേറ്റ് ആണ്. ഈ റേറ്റ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ സമയം ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓരോ വർഷവും കഴിയും തോറും അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം എൻ എന്ന ലൈഫ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എൻ 5 വർഷമാണെന്ന് വിചാരിക്കുക. 15,000 രൂപയ്ക്ക് വാങ്ങിച്ച ഒബ്ജക്റ്റിനെ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ വിൽക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ വിൽക്കുമ്പോൾ അതിനൊരു മൂല്യം കിട്ടും. അതിന്റെ ഒപ്പം നിങ്ങൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന ഡി ബാങ്കിൽ നിന്നും ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്തിയിട്ട് ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് C1 എന്ന എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഒന്നും കൂടി പറയാം, ഓരോ വർഷവുമുള്ള ഡിപ്രീസിയേഷൻ നിങ്ങൾ ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ എമൗണ്ടിനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 5 വർഷത്തിനാണ് ഒബ്ജക്റ്റ് വാങ്ങിയതെങ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് C1 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 1 പ്ലസ് ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ. ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ഇപ്പൊ ഇവിടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡിപ്രീസിയേഷന് മൂലം ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിന് ഉണ്ടായ നഷ്ടം ബാങ്കിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ 15,000 രൂപയ്ക്കുള്ള ഒബ്ജക്റ്റ് നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് 5,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപയുടെ നഷ്ടം ഉണ്ടായി. പക്ഷേ നിങ്ങൾ ഡിപ്രീസിയേഷന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ബാങ്കിൽ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 11,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക, 11,000 രൂപ. അത് നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഇവിടെ എന്താ ഗുണം? ഓൾറെഡി നിങ്ങൾക്ക് 5,000 രൂപ വിറ്റ് പോയതിലും കിട്ടി, 11,000 രൂപ ബാങ്കിൽ നിന്നും കിട്ടി. ടോട്ടൽ 16,000 രൂപ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ 15,000 രൂപയ്ക്ക് വാങ്ങിച്ച ഒബ്ജക്റ്റ് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 16,000 രൂപയ്ക്ക് വിറ്റ് പോകാൻ പറ്റി. അപ്പൊ 5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 1,000 രൂപയുടെ ലാഭം കിട്ടി. ഈ മെത്തേഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയാൻ കാരണം ഇത് ഫണ്ട് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് കുറയുന്നതിനനുസരിച്ചിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ സിങ്ക് ചെയ്തിരിക്കുന്ന ഫണ്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യമായി ചോദിച്ചു കാണാറില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തവണ ക്വസ്റ്റ്യൻ ഓഫ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നുള്ളത് ചെയ്യുന്നില്ല. ഇതിന്റെ 1-2 പ്രോബ്ലംസ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ നോട്ടിൽ ജസ്റ്റ് പ്രോബ്ലംസ് റെഫർ ചെയ്യാം. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും സിങ്കിങ് ഫണ്ട് മെത്തേഡിന്റെ പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടില്ല. തിയറി ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ഈ 2 ഫോർമുല പഠിച്ചു വെക്കുക. ഒപ്പം തന്നെ അതിന്റെ തിയറി ആയിട്ടുള്ള റെപ്രസെന്റേഷൻ നിങ്ങൾ തിയറി ആയിട്ട് നോട്ടിൽ എഴുതിയെടുത്താൽ മതി.
പ്രോബ്ലംസ് ഈ ഏരിയയിൽ നിന്നും കാര്യമായിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇന്നത്തെ ക്ലാസ്സിൽ 3 ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. സിങ്കിങ് ഫണ്ട് മെത്തേഡ്, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്, ദെൻ ആദ്യം ഡിസ്കസ് ചെയ്ത സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ് ആണെന്ന് ഡിസ്കസ് ചെയ്തത്. ഈ 3 മെത്തേഡ്സും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പോലെ എക്സാംസിന് പ്രോബ്ലംസ് ആയി ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ തിയറി പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് വളരെ എളുപ്പമാണ്, അത് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെയുള്ള 2 മെത്തേഡിന്റെയും തിയറി പാർട്ടുകൾ നിങ്ങൾ വളരെ സോളിഡായി പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ തിയറിയും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എന്നുള്ള കാര്യങ്ങളാണ് സാധാരണ എക്സാംസിന് ചോദിച്ചു കാണാറുള്ളത്. ഇനി ഇത് കൂടാതെ 4 ഡിഫറെന്റ് മെത്തേഡ്സും കൂടിയുണ്ട്. അത് വരുന്ന ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്രീസിയേഷൻ പഠിക്കുന്ന സമയത്ത് എല്ലാ 8 പാർട്ടിന്റെയും തിയറി നിങ്ങൾക്ക് വളരെ ബൈഹാർട്ട് ആയിരിക്കണം. അതിന്റെ പ്രോബ്ലംസ് 1-2 പാർട്ടിന്റെ മാത്രം പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുക. 1-2 മെത്തേഡ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് സാധാരണഗതിയിൽ എക്സാംസിന് ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻസ് മെത്തേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.